ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു NG ടൈം. വിഷു ഒക്കെ ഇങ്ങ് അടുക്കാറായി അല്ലേ? അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വിഷു സ്പെഷ്യൽ ഏകദേശം കണിക്കൊന്നയുടെ നിറത്തിലുള്ള പായസമാണ്, ക്യാരറ്റ് പായസം. ഒരിക്കൽ കുടിച്ചാൽ വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നുന്ന ഈ ക്രീമിയായ ഈ പായസം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം എങ്ങനെയാണ് ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പായസം തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് ജീരകശാല റൈസ്, അതായത് കൈമ റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കഴുകി വൃത്തിയാക്കിയ ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് കുതിർക്കാനായി മാറ്റി വെക്കാം. വൈറ്റ് കളറിലെ ഏത് റൈസ് വേണം നമുക്ക് എടുക്കാവുന്നതാണ്. പച്ചരി വേണമെങ്കിലും എടുക്കാം, ഇല്ലെങ്കിൽ പായസത്തിന് ഉപയോഗിക്കുന്ന അരിയാണെങ്കിലും എടുക്കാം. പായസത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ജീരകശാല റൈസ് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഒരു ബൗളിലേക്ക് കാഷ്യൂ നട്ട് 10 എണ്ണം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു അരമണിക്കൂർ കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഞാനിപ്പോൾ ഇവിടെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ഒരു 1/2 കിലോ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി എല്ലാ ക്യാരറ്റും ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ ഇവിടെ എല്ലാ ക്യാരറ്റും ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായ ഉരുളിയിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൽ വെള്ളമയം കാണും. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് ക്യാരറ്റ് ഡ്രൈ ആയി വരണം. അതുവരെ ഒന്ന് വഴറ്റി എടുക്കണം. ക്യാരറ്റിൻ്റെ ആ ഒരു വെള്ളമയൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയി വരുമ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് ഫുൾ ഫാറ്റ് പാലാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് 250 ml കപ്പിൽ 5 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഫുൾ ഫാറ്റ് മിൽക്കാണ്, വെള്ളമൊന്നും ഒഴിക്കാത്ത പാലാണ് എടുത്തിരിക്കുന്നത്. 5 കപ്പ് പാലെന്ന് പറയുമ്പോഴത്തേക്കിന് 1.25 ലിറ്റർ പാലാണ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. പിന്നെ പായസം വെക്കുന്ന സമയത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ ഫുൾ ഫാറ്റ് പാലിൽ നമ്മൾ പായസം ഉണ്ടാക്കുവാണെങ്കിൽ കുടിക്കാനായിട്ട് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിരിക്കുന്ന അരിയിൽ നിന്നും ഒരു 2.25 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത ശേഷം ക്യാരറ്റും റൈസും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ക്യാരറ്റും റൈസും ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്, പാല് പെട്ടെന്ന് വറ്റിപ്പോകും. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ക്യാരറ്റും റൈസും ഒക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മിക്സഡ് ജാറിലേക്ക് ബാക്കിയുള്ള റൈസ് ഒന്ന് ഇട്ട് കൊടുക്കാം. 1.25 ടേബിൾ സ്പൂൺ റൈസ് കാണുമേ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുതിർക്കാനായിട്ട് മാറ്റി വെച്ച കാഷ്യൂ നട്ട് മുഴുവനും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതേപോലെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റൈസും ക്യാരറ്റും നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നോക്കിയാൽ റൈസൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ ഒന്ന് നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മളിപ്പോൾ ചേർത്ത ആ ഒരു കാഷ്യൂ നട്ട് റൈസിൻ്റെ ഒരു പേസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. ആ ഒരു പേസ്റ്റാണ് നമ്മുടെ ഈ പായസത്തിന് കൂടുതൽ ടേസ്റ്റ് ആക്കുന്നതും അതൊരു ക്രീമി ആക്കുന്നതും. അതുകൊണ്ട് നിങ്ങൾ ഈ പായസം റെഡിയാക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പായസമൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. പായസം ഇതേപോലെ ഒന്ന് കുറുകി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് തിളപ്പിച്ച പാലൊഴിച്ച് കൊടുക്കാം. അപ്പം പായസം റെഡിയാക്കി എടുക്കാനായിട്ട് മൊത്തം 1.5 ലിറ്റർ പാല് ഇതിലേക്ക് വേണ്ടി വന്നിട്ടുണ്ട്. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വന്ന് കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ 7 ഏലക്ക ഇട്ട് പൊടിച്ചതാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് കാഷ്യൂ നട്ടും ഉണക്കമുന്തിരിങ്ങയും ഫ്രൈ ചെയ്തെടുത്താണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാഷ്യൂ നട്ടും ഉണക്കമുന്തിരിങ്ങയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ ഏലക്കയുടെയൊക്കെ ഒരു ഫ്ലേവർ പായസത്തിൽ മൊത്തത്തിൽ പിടിക്കും. ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കുവാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ക്യാരറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ രീതിയിൽ ക്യാരറ്റ് പായസം റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ വിഷു സ്പെഷ്യലാക്കാൻ ഉറപ്പായി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കുടിക്കുന്നവർ വീണ്ടും വീണ്ടും വാങ്ങിച്ച് കുടിക്കുന്ന ഈ സൂപ്പർ ടേസ്റ്റി ക്രീമി ക്യാരറ്റ് പായസം നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ഇതേപോലെയുള്ള റെസിപ്പിക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ.